ഹലോ വെൽക്കം എ.പി ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൊറർ, മിത്തിക്കൽ, ഫാൻറ്റസി ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി സർവൈവൽ ഗെയിമാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഗെയിമിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കൊരു സ്കില്ലോ ഒരു എക്യുപ്മെൻറ്റോ എന്തായാലും കിട്ടും. അതിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് റാൻഡംലി സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഹീലിംഗ് ഐറ്റോ അല്ലെങ്കിൽ വെപ്പൺസോ അങ്ങനെ എന്തെങ്കിലും ഒരു റാൻഡം ഐറ്റം നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ആസ് യൂഷ്വൽ എല്ലാ സർവൈവൽ ഗെയിം പോലെ തന്നെ നമ്മളൊരു റാൻഡം മാപ്പിൽ ജട്ടിപ്പുറത്ത് ജനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ മെയിൻ ലൊക്കേഷൻ, അതായത് ബേസ് ഉണ്ടാക്കാൻ പറ്റിയ ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ്, അതായത് റിസോഴ്സസ് മൊത്തം നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഇവർ പറയുന്നത് നമ്മുടെ കമ്പാനിയൻ മരിച്ചിട്ടുണ്ട്, നമ്മളൊരു സുഹൃത്തുണ്ട്, ആ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. പിന്നെ റേവൻ കൊണ്ടു തരുന്ന ലെറ്റർ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ടിപ്സൊക്കെ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ റേവൻ മീൻസ് കാക്ക. ലെറ്റർ വായിച്ചു കഴിഞ്ഞാൽ വേണ്ട സർവൈവൽ ടിപ്സൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ടുള്ളൊരു വെപ്പണും ഹീലിംഗ് ആയിട്ടൊക്കെ നമ്മൾ ഈ കൂട്ടുകാരൻ്റെ ബോഡി തപ്പിയപ്പോൾ കിട്ടി. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. ഇതാണ് കാക്ക കൊണ്ടു തന്ന ലെറ്റർ. ഒരു വാളും ഒരു ഫ്ലോറും ഉണ്ടാക്കാനാണ് നമ്മളോട് ഫസ്റ്റത്തെ ടാസ്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിസോഴ്സൊക്കെ പെറുക്കുന്നു, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് ആദ്യത്തെ പരിപാടി. പൂക്കളടാൻ വരച്ച് വെച്ചേക്കുന്ന പോലെ ഈ റെഡ് സർക്കിൾ കാണുമ്പോൾ നമുക്കൊരു മാജിക്കൽ ഫാൻറ്റസി വൈബൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഡിസൈനിന് വേണ്ടി വരച്ചതല്ല, അത് ശരിക്കും ഒരു പ്രൊട്ടക്റ്റീവ് സർക്കിളാണ്. ഈ നൈറ്റ് ഗസ്റ്റ് എന്ന് പറഞ്ഞൊരു ചങ്ങായി ഉണ്ട്. രാത്രി സമയങ്ങളിൽ വരുന്ന ഒരു ഭൂതം പോലത്തെ സാധനമാണ് ഈ നൈറ്റ് ഗസ്റ്റ്. ഇൻവിൻസിബിളാണ്, അതിനെ നമുക്ക് കൊല്ലാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മളെ സുഖമായിട്ട് കൊല്ലും, നല്ല ഡാമേജൊക്കെ തരും. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ 4 പോസിബിൾ വേസ് ആണുള്ളത്. ഒന്നെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക, അല്ലെങ്കിൽ ഈ മാജിക്കൽ സർക്കിളിൻ്റെ ഉള്ളിലിരിക്കുക, അതും അല്ലെങ്കിൽ ടോർച്ച് അല്ലെങ്കിൽ ഫയർ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കത്തിച്ച് വയ്ക്കുക, അതും അല്ലെങ്കിൽ മാപ്പിൽ നിന്ന് എക്സിറ്റ് അടിച്ച് വീണ്ടും എൻ്റർ ചെയ്യുക. കാക്ക കൊണ്ട് തന്ന ലെറ്ററിലെ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള റിസോഴ്സസൊക്കെ നമുക്ക് ആയിട്ടുണ്ട്. ഒരു ഫ്ലോറും പിന്നെ ഒരു വാളും ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറേ ടാസ്കുകൾ വരും. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിവാർഡ് കളക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ടാസ്ക് വരും. പിന്നെ ലെവലപ്പ് ആകുന്നതനുസരിച്ച് ഒരു ടാസ്ക് വരും. പുതിയ ടാസ്ക് വന്നിരിക്കുന്നത് ഒരു ചെസ്റ്റ് ഉണ്ടാക്കാനാണ്, സ്റ്റോറേജിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, അതിൻ്റെ റിവാർഡ്സൊക്കെ കളക്ട് ചെയ്യുക. ലെപ്പറാണ് ഈ ഗെയിമിലെ മോസ്റ്റ് കോമൺ ആയിട്ട് എപ്പോഴും കണ്ടുവരുന്നൊരു സോംബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോംബി സർവൈവലോ. എന്താ അതിനൊരു പ്രത്യേക ടീം പറയുക, അൺഡെഡ് എന്നാൽ അത് പിടിച്ചോ, അൺഡെഡ് പിടിക്കുക. അപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അൺഡെഡ്. അതുകൂടാതെ വുൾഫ്, ബെയർ, ഡെയർ വുൾഫ്, ഡാംഡ്, പോസസ്ഡ്, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പിന്നെ കൂടാതെ ബോസസ് ഉണ്ട്, ബോസ് ഫൈറ്റുകൾ. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. നമ്മൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ലാസ്റ്റ് ഡേ ഓൺ എർത്ത് എന്ന് പറഞ്ഞ സർവൈവൽ ഗെയിമിൻ്റെ ഏകദേശം സെയിം കോപ്പിയാണ്. പക്ഷേ തീമൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ പ്രോസസ്സിങ് ആണ്, അതായത് സ്ലോ ഗ്രോയിങ് ആണ്. ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ ടൈം എടുക്കും. അതായത് എത്ര മാസങ്ങളോ വർഷങ്ങളോ വേണമെങ്കിൽ നമുക്കിരുന്ന് കളിക്കാം. അപ്പോൾ അങ്ങനത്തെ, അതായത് സ്ലോ പ്രോഗ്രസ്സിങ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഗെയിമാണ് കൂടിയാണത്. ബേസും സ്റ്റോറേജൊക്കെ അടിപൊളിയാക്കുക, കുറേ മാപ്പ് എക്സ്പ്ലോർ ചെയ്യുക, വെപ്പൺസും മറ്റേ മെഡിക്കൽ സപ്ലൈസും ഫുഡൊക്കെ കളക്ട് ചെയ്യുക. അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള കുറേ പരിപാടികൾ ഇതിലുണ്ട്. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ റാൻഡം സ്ക്രോളുകൾ കിട്ടും. വലിയ ഗുണമൊന്നുമില്ല, നമുക്കിങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കാമെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഗുണം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും കുറേ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ പേരിന് നമ്മളൊരു തട്ടിക്കൂട്ട് ബേസ് ഉണ്ടാക്കി ഒരു പെട്ടിയും വെച്ച് സ്റ്റോറേജിന് കിട്ടിയിട്ട്, എന്നിട്ട് നമ്മുടെ എക്സസ് ആയിട്ടുള്ള വെപ്പൺസ് സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മൾ നേരെ ഇനി വേൾഡ് മാപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തൊക്കെയാണ് ഇനി പുറത്തുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഉദ്ഘാടനമായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ടെമ്പററി മാപ്പാണ്, അറ്റാക്ക്ഡ് കാരവാൻ. അപ്പോൾ കുറേ പെട്ടികളുണ്ട് ലൂട്ടിൻ്റെ ഭാഗത്ത്. അപ്പോൾ കുറേ
പെട്ടികൾ തുറക്കാനും കുറേ ലൂട്ട് എടുക്കാനും ഉണ്ടാവും. നമ്മൾ നേരെ പോകാം. നമ്മൾക്ക് വലിയ ബാഗൊന്നും ഇല്ല, ചെറിയൊരു ബാഗാണ് കിട്ടിയത്. തൽക്കാലം നമുക്ക് ഇതിൽ കൊള്ളുന്ന ഒരു 2-3 ട്രിപ്പൊക്കെ ആയിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ലൂട്ടിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മിനി മാപ്പിൽ നോക്കിയാൽ അറിയാം, കുറേ പെട്ടികളുണ്ട് ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൂട്ടാണ്. ബിഗിനേഴ്സിന് ആവശ്യമുള്ള എല്ലാ ലൂട്ടും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ കുറേ പെട്ടികളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തുറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. അപ്പോൾ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു 3-4 പെട്ടികളിൽ ഉൾക്കൊള്ളിച്ചിട്ട് അവസാനം എന്തൊക്കെയാണ് ഇവിടെ നിന്ന് കിട്ടിയ ലൂട്ടെന്ന് കാണിച്ചു തരാം. അതാണ് നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്കൊരു ബോറിങ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ പൂച്ചക്കുട്ടീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ പെറ്റ്. ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെ ബുക്കുകൾ കിട്ടും. അത് സ്കില്ലിൻ്റെ ബുക്കുകളാണ്. അതായത് ആക്റ്റീവ് സ്കില്ലും നമുക്ക് പാസീവ് സ്കില്ലും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബുക്കുകൾ ഓപ്പൺ ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് സ്കില്ല് കിട്ടുക, അൺലോക്ക് ആവുക. അതായത് പച്ച, ചുവപ്പ്, നീല, അങ്ങനെ കറുപ്പ് ഇഷ്ടംപോലെ സ്കില്ലുകളുണ്ട്. അപ്പോൾ സ്കില്ലുകളെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. പിന്നെ പറയാനുള്ളത് പെറ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കിതിൽ 4 ടൈപ്പ് പെറ്റുകളാണ് നമുക്ക് ഇതിലുള്ളത്. പൂച്ച, ചെന്നായ, കുതിര, പിന്നെ 4ാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് റേവൻ, കാക്ക. അത് കൂട്ടിൻ്റെ ഉള്ളിലായിട്ട് നമുക്കതിനെ കാണാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്കൊരു പെറ്റായിട്ട് കണക്കാക്കാം. മഴ നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അല്ലെങ്കിൽ നമ്മൾ സ്ലോ ആണ്. അതിൻ്റെ കൂടെ ഈ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ സ്ലോ ആവും. പ്രത്യേകിച്ച് ഈ നൈറ്റ് ഗസ്റ്റോ അല്ലെങ്കിൽ എനിമീസൊക്കെ ഇങ്ങനെ ഓടിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഡിസഡ്വാൻറ്റേജ് നമുക്ക് വലിയൊരു ചൊറയാണ്. അപ്പോൾ എല്ലാ ലൂട്ടും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു 4 പെട്ടികളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം വീട്ടിലെത്തിക്കാം. അത്യാവശ്യം റിസോഴ്സസും പിന്നെ കുറേ വെപ്പൺസും കിട്ടിയിട്ടുണ്ട്. എല്ലാ ലൂട്ടും നമുക്ക് ബേസിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യണം. കുറച്ചും കൂടെ സ്റ്റോറേജ് സ്പേസ് വേണം. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് വലുതാക്കുകയാണ് നമ്മളെ വീട്. അപ്പം നമ്മുടെ കാക്കക്കൂടും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ റിസോഴ്സസും നമ്മുടെ കയ്യിലായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. ലെവലപ്പായിട്ട് നമുക്കൊരു 3 ഡിസൈൻ കൂടെ അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോറേജിനുള്ള സംവിധാനം കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ അവിടേക്ക് തട്ടാം. പിന്നെ നമ്മളെന്തോ ഒരു കാര്യം വിട്ടിട്ടുണ്ട്. ഒരു ബുക്കും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് റീഡ് ചെയ്യാം. നമുക്ക് ഏത് സ്കില്ല് കിട്ടുമെന്ന് നോക്കാം. റിസോഴ്സസിൻ്റെ ഒരു സ്കില്ലാണ് നമുക്ക് കിട്ടിയത്. ക്യാരക്ടറിൻ്റെ റിസോഴ്സസ് ഉണ്ട്, പിന്നെ എനിമീസിൻ്റെ ഉണ്ട്, വെപ്പൺസിൻ്റെ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് സ്കില്ലുകൾ. അപ്പോൾ എല്ലാ സംഗതി ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹോം സ്പേസ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഇവിടെ കുറേ സോംബികളൊക്കെ ഉണ്ട്, നമ്മളതിനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സോംബികളും പിന്നെ മാനൊക്കെ ഇരിപ്പുണ്ട്, മാനിനെയൊക്കെ പിടിക്കണം. പിന്നെ ഇതിലുള്ളൊരു ആനിമലാണ് എലികൾ. അതിനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒന്നത് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്നും കിട്ടില്ല. ഒരു സ്റ്റോറേജ് ബോക്സ് കൂടെ വെച്ചേക്കും ഒരു സേഫ്റ്റിക്ക്. ഇത് ചെറിയ ബോക്സാണ്. നമുക്ക് വലിയ ബോക്സ് അൺലോക്ക് ആകും. അത് ലെവൽ 15 എത്തണം. 15 എത്തിയാലേ നമുക്ക് അൺലോക്ക് ആവുള്ളൂ. നമ്മൾ അടുത്ത മാപ്പിലേക്ക് പോകാം. പൈൻ ടിക്കറ്റ് സിംഗിൾ സ്കൾ ലൊക്കേഷനാണ്, അതായത് ഗ്രീൻ സോണാണ്. അതുകൊണ്ട് വലിയ ഡേഞ്ചർ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ മരിച്ചാലും നമ്മുടെ സാധനങ്ങളൊക്കെ പോകും. അതായത് സ്കളുള്ള ലൊക്കേഷൻസ് മരിച്ചാലും പിന്നെ ഇതുപോലെ ആശ്ചര്യചിഹ്നമുള്ള ലൊക്കേഷനിൽ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ എല്ലാ സാധനങ്ങളും അവിടെ ലോസ്റ്റായി പോകും. പിന്നെ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഈ ഗ്രീൻ സോണുകളിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ബേസിക് റിസോഴ്സുകളും കിട്ടും. അതായത് വുഡ്, സ്റ്റോണ്, പുല്ല്, കോപ്പർ ഓറ്, 2 ടൈപ്പ് ബെറീസ് ഒക്കെ കിട്ടും. പിന്നെ 4-5 പെട്ടികളുണ്ട് തുറക്കാനായിട്ട്.
പിന്നെ ഇടയ്ക്ക് ഇതുപോലത്തെ ഒന്നോ രണ്ടോ AIs വരും, AI പ്ലെയേഴ്സ് വരും. പിന്നെ ഗ്രീൻ സോണിലെ മെയിൻ എനിമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെപ്പേഴ്സും വുൾഫ്സുമാണ്. അവന്മാരാണ് കൂടുതലായിട്ട് കാണുക. പിന്നെ അവരുടെ കൂടെ ഒന്നോ രണ്ടോ ഡാംഡ് വരും. പിന്നെ ഒരു ബെയർ ഉണ്ടാവും. പിന്നെ ഒരു പച്ച കളർ ചങ്ങായി ഉണ്ട്, എന്തായിരുന്നു പ്ലേഗ് റിഡൻ, പുള്ളിക്കാരനും ഉണ്ടാവും. പുള്ളിക്കാരൻ ഒരു ഹെവി അറ്റാക്കൊക്കെ ചെയ്യുന്നതാണ്, പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ട് നമുക്ക് കൊല്ലാവുന്ന ആൾക്കാരാണ്. അതൊക്കെ എളുപ്പത്തിൽ തീർക്കാവുന്നതാണ്. കയ്യിൽ എപ്പോഴും ഹീലിംഗ് ഐറ്റം ഉണ്ടായിരിക്കുക, നല്ലൊരു വെപ്പൺ ഉണ്ടാവുക. ഇനി അഥവാ നമ്മുടെ കയ്യിലുള്ള വെപ്പൺസ് തീർന്നു പോവുകയാണെങ്കിൽ കുറച്ച് വുഡ് പെറുക്കി, ഒരു 5 വുഡ് ഉണ്ടെങ്കിൽ ഒരു ക്ലബ്ബ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇവിടെ ബെറീസ് ധാരാളമായിട്ട് കിട്ടും. അതിൽ ഓറഞ്ച് കളറുള്ളത് നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാക്കും. ഒരു 3 തിന്നു കഴിഞ്ഞാൽ വോമിറ്റിംഗ് വരും. അല്ലാത്ത മറ്റേ റെഡ് ബെറീസ് നമുക്ക് ഹീലിങ്ങിന് ഉപയോഗിക്കാം, നന്നായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ റോ മീറ്റും അതുപോലെ എയിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് രണ്ടും ഹീലിങ്ങിന് ഉപയോഗിക്കാം, പക്ഷേ അത് രണ്ടും അധികമായി കഴിഞ്ഞാൽ അതും വൊമിറ്റ് ചെയ്ത് നമുക്ക് വൊമിറ്റിംഗ് വരും. അതുപോലെ ഹണി ബാരൽസ് നമുക്ക് ഹീലിങ്ങിന് ഉപയോഗിക്കാം, പക്ഷേ അത് വേഗം ഡീഹൈഡ്രേറ്റ് ആക്കും നമ്മളെ. അപ്പോൾ നമ്മുടെ കയ്യിൽ വെള്ളം അവൈലബിൾ ആയിരിക്കണം ഹണി കുറേ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്റ്റാവിങ്ങും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷനും നമ്മളെ ഹെൽത്ത് കുറയ്ക്കും, ഇവൻച്വലി നമ്മൾ മരിക്കാൻ കാരണമാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്ക് ഇതുപോലത്തെ സ്പെഷ്യൽ സ്ക്രോളുകൾ കിട്ടും, അതൊക്കെ എടുത്ത് വയ്ക്കുക. അതൊക്കെ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. അതായത് വലിയ മാപ്പുകൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഈ റാൻഡം സ്ക്രോളുകൾ ഇതുപോലത്തെ ആണെങ്കിൽ നമുക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല, വലിയ ഇതൊന്നുമില്ല, കളക്ട് ചെയ്തോ വെച്ചോ, പക്ഷേ വലിയ യൂസ്ഫുൾ അല്ല. പിന്നെ ഇതുപോലത്തെ അൺനോൺ മാപ്പ് ഫ്രാഗ്മെൻറ്റ്സ് കിട്ടും, അതിൻ്റെയും ആവശ്യമുണ്ട്. അത് കളക്ട് ചെയ്ത് വെച്ചോ, അത് നമുക്ക് റാൻഡം മാപ്പുകൾക്ക് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമുക്കിനി നേരെ വീട്ടിൽ പോകാം. 100 എനർജിയെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ റീപ്ലനിഷ് ചെയ്യാം. അതായത് ഒന്നെങ്കിൽ ആഡ് കണ്ടിട്ട് നമുക്ക് എനർജി ഉണ്ടാക്കാം, അല്ലെങ്കിൽ കോയിൻ കൊടുത്തിട്ട് നമുക്ക് എനർജി വാങ്ങിക്കാം. നമുക്ക് 2 പെറ്റിനുള്ള കൂട് അൺലോക്ക് ആയിട്ടുണ്ട്, ഡയർ വുൾഫ് പാനും ക്യാറ്റ് ഹൗസും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ക്യാറ്റ് ഹൗസ് ഉണ്ടാക്കാം. ആദ്യം നമ്മളിൽ ക്യാറ്റ് ഓൾറെഡി ഒരെണ്ണം ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ പൂച്ചക്കുട്ടിക്കുള്ള വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ലെവൽ 1-ലാണുള്ളത്. അത് 3 പൂച്ചകളെ നമുക്ക് മാക്സിമം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ പൂച്ചേനെ നമ്മൾ ആഡ് ചെയ്യണം ഇതിലേക്ക്. ഇരുപത്തിനാല് മണിക്കൂർ വേണം നമ്മുടെ പൂച്ചക്കുട്ടി വളർന്ന് വലിയ പൂച്ചയാവാൻ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫുഡും വാട്ടറും 9 ദിവസത്തിൽ 10 ദിവസത്തിനുള്ളിൽ ആഡ് ചെയ്ത് കൊടുക്കണം. 10 ദിവസം വരെ അത് നീണ്ടെത്തും. പിന്നെ ബ്രീഡ് ചെയ്യണമെങ്കിലൊക്കെ അൺലോക്ക് ആക്കണം, 2nd ലെവൽ അൺലോക്ക് ആക്കണം. അപ്പോൾ അത് നമുക്ക് കാറ്റഗോംസിൽ നിന്ന് നമുക്ക് കിട്ടും. ടെറർ ഓഫ് കാറ്റഗോംസിൽ നമുക്ക് അതിൻ്റെ മാപ്പ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ട റിസോഴ്സസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതോടെ ക്രിംസോൾ ഫാൻറ്റസി സർവൈവൽ ഗെയിമിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.